ഹേ ഗൈസ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖം തന്നെയല്ലേ? അൽഹംദുലില്ലാഹ് നമ്മളും സുഖമായിട്ട് തന്നെ പോകുന്നുണ്ട്. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് സൈഡ് ആയിരുന്നു. അതാണ് വ്ളോഗ് അപ്ലോഡ് ആക്കാൻ പറ്റായിനി. കുറച്ച് ദിവസമായി ഈ വീഡിയോസെല്ലാം എടുത്ത് വെച്ചിട്ട് തീരെ സൗണ്ട് ഇല്ലേനു കേട്ടോ. അപ്പോൾ കാര്യങ്ങളെല്ലാം അടക്കിട്ട് നമുക്ക് എന്തായാലും വ്ളോഗ് അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വ്ളോഗ് നിങ്ങൾ ഓൾറെഡി തമ്മിൽ കണ്ടിട്ടുണ്ടാവല്ലേ? അതെ, നമ്മളെ നാപ്പോളി വ്ളോഗാണ് കേട്ടോ ഇത്. പക്ഷെ 40 ദിവസം എത്തിയിട്ടൊന്നുമില്ല. 11ാമത്തെ ദിവസമാണ് നമ്മൾ ഈ ഒരു ഫംഗ്ഷന് വെച്ചിട്ടുള്ളത്. ഹസ്ബൻഡിന് പെട്ടെന്ന് പോകണമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പെട്ടെന്ന് വെച്ചതാണ് കേട്ടോ. പിന്നെ ബയ്യത്തേക്കൊന്നും വെച്ചിട്ടില്ല, എല്ലാം ആദ്യം തന്നെ അങ്ങ് ചെയ്ത് തീർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ എൻ്റെ സൗണ്ട് ശരിക്കും കറക്റ്റ് റെഡി ആയിട്ടില്ല കേട്ടോ. അപ്പോൾ ആ ഒരു ഇടങ്ങേറിങ്ങൊക്കെ ഉണ്ടാവും, സൗണ്ടിൽ ഒരു കരകരപ്പുണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും അതൊന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ കുട്ടീൻ്റെ മുടികളയൽ ഫംഗ്ഷനാണ് കേട്ടോ. മുടികളയൽ ഫംഗ്ഷനും പിന്നെ എല്ലാവരും വിളിച്ചിട്ടുള്ള ഒരു ഫംഗ്ഷനും ഒരുമിച്ച് തന്നെ ചെയ്യാമെന്ന് വിചാരിച്ച്. അപ്പോൾ രണ്ട് പരിപാടിയാക്കിയിട്ട് ചെയ്യണ്ടല്ലോ, അങ്ങനെ വിചാരിച്ചിട്ട്. ഇഷൻ്റെതില്ലേ നമ്മളിതേപോലെ 14th ഡേക്കാണ് നമ്മൾ ഫംഗ്ഷൻ വെച്ചിന്. അപ്പോൾ അന്ന് ഫംഗ്ഷൻ വെച്ചുകൊണ്ട് പിന്നെ നമ്മൾ നാപ്പോളി അങ്ങനെ വലുതായിട്ട് കഴിച്ചിട്ടില്ല, ആരെയും വിളിച്ചിട്ടൊന്നുമില്ല. അപ്പോൾ എന്തായാലും ഇതും അതേപോലെ തന്നെ ഉണ്ടാവും, വലിയ മൂടൊന്നും ഉണ്ടാവില്ല. അപ്പോൾ ഞാൻ എന്താക്കി, എല്ലാം രണ്ടും കൂടി ഒരുമിച്ചാക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ പ്ലാൻ ചെയ്തതാണ് കേട്ടോ. ഇന്നലെ രാത്രിക്ക് നല്ല ബിരിയാണിയും കോഴി പൊരിച്ചെല്ലാം ഉണ്ടായിരുന്നു. ജെറിൻ്റെ കുറച്ച് ഫ്രണ്ട്സെല്ലാം വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ബിരിയാണി ചെമ്പും ചിക്കൻ ഫ്രൈൻ്റെ ചെമ്പും നിങ്ങൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഇന്നാണ് നമ്മളെ പരിപാടി വരുന്നത്. ഞാൻ ആദ്യം ഇങ്ങനെ ചെയ്യണോ, അതായത് തൊട്ടിൽ കെട്ടണോ വേണ്ടയോ എന്നല്ല ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ഇങ്ങനെ ചെയ്യുന്നതൊന്നും വലിയ എന്താ പറയുക, വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ലേനു. പക്ഷേ ഇല്ലേ, കുട്ടിയൊക്കെ ഒരു സന്തോഷമല്ലേ കുറേ കഴിഞ്ഞാൽ. ഇപ്പോൾ ഈശ ചോദിക്കുമോ എൻ്റെ ബർത്ത്ഡേ എന്താ ഉമ്മ കഴിക്കാത്തേ, എൻ്റെ ഇതിങ്ങനെ ഇല്ലേ, അങ്ങനെയെല്ലാം ചോദിക്കുമ്പോൾ ഒരു ഇത് കേട്ടാ. ഈശൻ്റെ ഞാൻ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ലേനു, ഇതുവരെ ബർത്ത്ഡേയും കഴിച്ചിട്ടില്ലേനു. ഒക്കെ 2-2.5 വയസ്സെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് 3ാമത്തെ ബർത്ത്ഡേ എന്തായാലും ഗ്രാൻഡാക്കി കഴിക്കണമെന്ന് പ്ലാനുണ്ട്. പക്ഷെ നടക്കുമോയെന്നറിയില്ല. അപ്പോൾ ഞാൻ ഇതേപോലെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉളിയിലുള്ളൊരു ടീമാണ് റോയൽ ഇവൻറ്റ്, അവരങ്ങാറ്റാണ് കേട്ടോ. എൻ്റെ കസിൻ്റെ ചെയ്തിട്ട് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ ഞാൻ അവരെ വിളിച്ചിട്ട് ചെയ്യിപ്പിച്ചതാണ്. തലേന്ന് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മൾ ഈ വീട്ടിൽ നിന്നാണ് ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിത് ചെയ്തതെല്ലാം വന്ന് നോക്കലാണ്. നല്ല രസമുണ്ട് കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ട്. ആ ഒരു കളർ തീമും നല്ല ഇഷ്ടമായിട്ടുണ്ട്. നമ്മൾ പറയുന്ന ആ ഒരു മോഡൽ തന്നെ അവർ ചെയ്തു തരും കേട്ടോ. ആ കളർ തീമെല്ലാം ഞാൻ തന്നെ പറഞ്ഞു കൊടുത്തതാണ്. അപ്പോൾ അതവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ നാളെയാണ് കേട്ടോ ഫംഗ്ഷൻ വരുന്നത്. ഇന്ന് നമ്മളിതെല്ലാം സെറ്റ് ചെയ്തില്ലേ, നാളെയാണ്. അപ്പോൾ എല്ലാവരും എത്തിയിട്ടുണ്ട് കേട്ടോ. പിന്നെ കാക്കാൻ്റെ വൈഫും കുട്ടികളും എല്ലാവരും ഉണ്ട്. നാളെയാണ് നമ്മളെ പരിപാടി വരുന്നത്, മുടികളയിൽ. പിന്നെ ഇതാ ഞാൻ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അല്ലോ, ഇതൊരു വമ്പ ടാസ്കേനു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറുത് രാത്രി കുറങ്ങുകയില്ല. അപ്പോൾ ഈ മൈലാഞ്ചി ഇട്ടിച്ച് ഞാൻ വല്ലാണ്ട് റിസ്ക് എടുത്തിട്ടാണ് കേട്ടോ അവളെ നോക്കിയിട്ടുള്ളത്. തൊട്ടിൽ ഇങ്ങനെ ആട്ടിയിട്ട് ഉണങ്ങുന്ന വരെ. അപ്പോൾ അത് റെഡി ആയിട്ടുണ്ട്. ഞാൻ നെയിൽ കോൺ ഉണ്ടല്ലോ, അതന്നെയാണ് കൈക്കിട്ടുള്ളത്, വേഗം ചോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് നമ്മളിതാ ചായ പിടിക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോഴത്തെ അഡിക്ഷൻ എന്ന് പറയുകയാണെങ്കിൽ ബട്ടർ ബന്ന്, മധുരത്തോട് എന്തോ ഒരു തരം ക്രേസ് വന്നിട്ടുണ്ട്. ഫുൾ ടൈം മധുരം തിന്നാനുള്ള ഒരു കൊതിയാണ് കേട്ടോ. കുറേ കാലമായിട്ട് മധുരം തൊട്ടിട്ടില്ലേനു, ഇപ്പോൾ അത് തിരിച്ച് വന്നിട്ടുണ്ട്. ആ ഒരു സമാധാനത്തിലാണ് കേട്ടോ ഞാൻ. അങ്ങനെ എൻ്റെ ചായ കുടി കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതാ ഇന്നത്തെ കത്തൽ, നെയ്പ്പത്തിൽ. രാവിലെ മുടികളയലിന് അങ്ങനെ ആരും വരുന്നൊന്നുമില്ല, നമ്മൾ മാത്രമേ ഉള്ളൂ, നമ്മൾ ഈ വീട്ടിലുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പം നെയ്പ്പത്തിലും ബീഫ് കറിയും ഇതെല്ലാമാണ് നമ്മളെ ഇന്നത്തെ കത്തൽ. നെക്സ്റ്റ് ഇതാ ബേബിനെ ഇങ്ങനെ മുടിയൊന്ന് നോക്കി വെക്കലാന്ന് കേട്ടോ. ഇനിയിപ്പോൾ കുറേ കാലത്തേക്ക് മൊട്ടച്ചിയായിട്ടല്ലേ കാണാൻ വേണ്ടിയിട്ട് പറ്റൂ. അപ്പോൾ അങ്ങനെ ജസ്റ്റ് ഒരു വീഡിയോ എടുത്ത് വെച്ചതാണ് നമുക്ക് കാണാൻ വേണ്ടിയിട്ട്. ഇപ്പം ഇങ്ങനെയൊന്നല്ല കേട്ടോ, ഫുള്ള് മൊത്തത്തിൽ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു 2 മാസത്തോളമായി കുട്ടിക്ക്. അപ്പോൾ ജസ്റ്റ് കുറേ ആയിട്ട് വീഡിയോസ് എടുത്ത് വെച്ചിട്ട് എൻ്റെ സ്ഥിരം ഡയലോഗ് തന്നെ
വീഡിയോ എടുക്കാനുള്ള മൂഡുണ്ടായിരുന്നു, പക്ഷേ എഡിറ്റ് ചെയ്യാനുള്ള മൂഡ് എന്നറിയില്ലേനു. ഇപ്പം എന്നിട്ട് ആ മൂഡ് തിരിച്ചു വന്നിട്ടുള്ളത്. അങ്ങനെ ഇടുന്നതാണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ഫീഡെല്ലാം ചെയ്തിട്ട് അടക്കടത്തിയിട്ടുണ്ട്. ഇനി ഇതാ മുടി കളയാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ. വീട്ടിൽ നിന്ന് തന്നെയാണ് കേട്ടോ കളയുന്നത്. എല്ലാവരും വീട്ടിൽ നിന്ന് തന്നെയല്ലേ കളി, ഇവളെന്ന് ഇപ്പം അറിയുന്നല്ലേ. കൂടുതൽ അങ്ങനെ ആരും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നെയ്പ്പത്തിൽ മാത്രമേ ഉണ്ടാക്കിയെടുത്തിട്ടുള്ളൂ. ആരെങ്കിലും എല്ലാം വരുന്നുണ്ട് എന്ന് എൻ്റെ മമ്മി അറിഞ്ഞു കഴിഞ്ഞാലുണ്ടല്ലോ ടേബിൾ നിറച്ചു സാധനം വേണം. അത് മമ്മിക്ക് മാത്രമല്ല നമുക്ക് എല്ലാവർക്കും അങ്ങനെ തന്നെ. കണ്ണൂർ പ്രത്യേകിച്ച് ഇഷൻ്റെന് കുറേ ഐറ്റംസ് ഉണ്ടായിരുന്നു. പരിപാടി മാത്രമേ ഉണ്ടായിട്ടില്ലേനു കേട്ടോ. കല്ലുമ്മക്കായി, നെയ്പ്പത്തിൽ, മുട്ടസെറുക്ക, ഓറോട്ടി, നെയ്ച്ചോറ്, പൊറോട്ട, ഇങ്ങനത്തെ കുറേ ഐറ്റംസ് എല്ലാം ഉണ്ടാവും ആരെങ്കിലും വരുന്നുണ്ടെങ്കിൽ. അല്ലെങ്കിൽ പിന്നെ അഡ്ജസ്റ്റ്മെൻ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മളെ കത്തലെടുക്കൽ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഫസ്റ്റിന് ഇതേപോലെ തൊപ്പി ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ, നെയിൽക്കോണ്. ഞാൻ ഇന്നലെ രാത്രി പറഞ്ഞിരുന്നു. ഓളാകെ 2 മണിക്കൂർ അങ്ങാറ്റം ഇട്ടിട്ടില്ലെന്ന് തോന്നുന്നു. ഓളെ ചോപ്പ് കുറവാണ്. എൻ്റെ കൈക്കുണ്ടല്ലോ ഒറ്റ തവണ ഇട്ട് കഴിഞ്ഞാലും നല്ല ഡാർക്കായിട്ട് കിട്ടും, നല്ല സ്റ്റെയിൻ കിട്ടും. അങ്ങനെയാണ് ഓളെ കുറച്ച് കുറവ്. ശരിക്കും പറഞ്ഞാൽ അതേപോലെ വേണ്ടുവിനു കേട്ടോ. ഇനിയിപ്പോൾ ഇത് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് നല്ല ഡാർക്കാവും. അങ്ങനെ പിന്നെ ബേബിൻ്റെ ഗോൾഡാണ് ഞാൻ കുറച്ച് മുന്നേ കാണിച്ചു തന്നത്. പിന്നെ ഇതാണ് നമ്മളെ ഡ്രസ്സ്. ഹസ്ബൻഡിൻ്റെ വീട്ടുകാരാണ് കേട്ടോ ഡ്രസ്സ് വാങ്ങുക. അപ്പോൾ അവർ വാങ്ങിയിട്ട് തലേന്ന് ജെറി വരുമ്പം കൊടുത്തയച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെയാണ് കേട്ടോ സെലക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എനിക്ക് പോയിട്ട് കണ്ടിഷ്ടപ്പെട്ട് വാങ്ങുന്ന പോലെ നമ്മൾ ഫോണിൽ കണ്ടിട്ട് വാങ്ങിയാൽ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ കാണുമ്പോൾ നല്ല രസമുണ്ടായിരുന്നു, ഇട്ടിട്ടും നല്ല രസമുണ്ട്. പക്ഷെ എനിക്കൊരു തൃപ്തി കിട്ടിയില്ലേനു കേട്ടോ ഡ്രസ്സ്. അപ്പോൾ അങ്ങനെ കറക്റ്റ് പറയണമല്ലോ നമ്മൾ. അപ്പോൾ എന്താ പറയുക, അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഡ്രസ്സെല്ലാം മാറ്റി. പിന്നെ ഉണ്ടല്ലോ നമ്മളൊരു 12:30-1 മണിക്കാണ് എല്ലാവരോടും വരാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളത്, ഫംഗ്ഷൻ വെച്ചിട്ടുള്ളത്. എല്ലാവരും കറക്റ്റ് ടൈം എത്തി. അതാണ് തന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തിയത്. ഞാൻ മാറ്റുന്നതിന് മുന്നേ എല്ലാവരും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാനാണെങ്കിൽ ഉമ്മാൻ്റെ വീട്ടിലേനും ഉള്ളത്. പിന്നെ എല്ലാം കൂടി തിരക്ക് പിടിച്ചിട്ട് ഇപ്പുറത്തേക്ക് ഓടി വരികയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. പിന്നെ ഞാൻ ഡ്രസ്സെല്ലാം മാറ്റി ഇപ്പുറത്ത് വന്നിട്ടാണ് കേട്ടോ ഡ്രസ്സെല്ലാം മാറ്റിയിട്ടുള്ളത്. സാധാരണ ഹസ്ബൻഡിൻ്റെ വീട്ടുകാർ വന്നിട്ട് ഡ്രസ്സെല്ലാം മാറ്റി കൊടുക്കലാണ്. എൻ്റെ ആദ്യത്തേത് ഗ്രാൻഡായിട്ട് തന്നെ ആ ഒരു ചടങ്ങ് പോലെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് പിന്നെ അങ്ങനെയൊന്നുമില്ല, എല്ലാം എൻ്റെ ഇഷ്ടത്തിന് അങ്ങനെ ചെയ്യാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇപ്പുറം വന്ന് കുട്ടി നല്ല ഉറക്കാന്ന് കേട്ടോ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ചടങ്ങ് എന്താണെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. കാരണം ഇത് 3ാമത്തെ ആയതുകൊണ്ട് ആർക്കും വലിയ എന്താ പറയുക അതേപോലെ ചെയ്യണം ഇതേപോലെ ചെയ്യണം അങ്ങനെയൊന്നും തന്നെ ആരും പറയലൊന്നുമില്ല കേട്ടോ. എല്ലാം എൻ്റെ ഇഷ്ടത്തിന് അങ്ങ് വിട്ടുതരാന്ന് കേട്ടോ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇനി ബേബിക്ക് ഡ്രസ്സ് ഇട്ട് കൊടുക്കണം, ഗോൾഡ് ഇട്ട് കൊടുക്കണം, അങ്ങനത്തെ കുറച്ച് പരിപാടിയിലാണ്. എല്ലാവരും എത്തിയിട്ടുണ്ട്, എൻ്റെ ഫാമിലിയിൽ നിന്നും ജെറിൻ്റെ ഫാമിലിയിൽ നിന്നും. അങ്ങനെ എല്ലാവരും അല്ല, അടുത്തുള്ള ഫാമിലി മെമ്പേഴ്സ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഫാമിലി, ജെറിൻ്റെ ഫാമിലി കേട്ടോ. അപ്പോൾ ഇതാ ഡ്രസ്സ് ഇട്ട് കൊടുക്കലാണ്. പിന്നെന്താ, പിന്നൊന്നില്ലേ, നിങ്ങൾ കുറച്ച് വീഡിയോസെല്ലാം കണ്ടിട്ട് വാ. വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട്, അതായത് വ്ളോഗ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരാളെടുത്ത് ഞാൻ ഫോൺ കൊടുത്തിട്ടുണ്ടായിരുന്നു. മൂപ്പറാണെങ്കിൽ സിനിമാറ്റിക്കിൽ സൂം ചെയ്തിട്ടാണ് കേട്ടോ വീഡിയോ എടുത്ത് വെച്ചിട്ടുള്ളത്. ഞാനങ്ങനെ അധികം സൂം ചെയ്തിട്ടെടുക്കില്ല, വൈഡാക്കിയിട്ടാണ് കേട്ടോ എടുക്കൽ. വ്ളോഗ് നമ്മൾ വൈഡാക്കിയിട്ടെടുക്കുമ്പോഴാണ് ആ ഒരു ഇത് കിട്ടുക. അതന്നെ ഞാൻ ഉദ്ദേശിച്ചത്. അപ്പോൾ ഇത് മൊത്തത്തിൽ സൂം ചെയ്തിട്ടാണ് കേട്ടോ എടുത്തിട്ടുള്ളത് സിനിമാറ്റിക്കിൽ. അപ്പോൾ ആ ഒരു വ്ളോഗിൻ്റെ ഒരു വൈബ് കിട്ടുന്നില്ല. ഇതിപ്പോൾ നമുക്ക് റീലെടുക്കാനും ഇനലാണ് നല്ല രസം ഉണ്ടാവുക. പിന്നെ ആണെങ്കിൽ
കുറച്ച് ക്ലിപ്പിങ്സ്, അതായത് 1 സെക്കൻഡ് 2 സെക്കൻഡ് 10 സെക്കൻഡ് ഇങ്ങനെയല്ല കേട്ടോ വീഡിയോസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇങ്ങനെ വ്ളോഗൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ല. കുറച്ച് ക്ലിപ്പിങ്സ് ഞാൻ ആഡ് ചെയ്തതാണ് കേട്ടോ അവരെടുത്തതിൽ. അങ്ങനെ എന്താ പറയുക, നമ്മളെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്, ഫുഡ് അടി കാര്യങ്ങൾ എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ കഴിച്ചില്ല കേട്ടോ, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് വിചാരിച്ച്. പിന്നെ ഇനിതാ ഞാൻ കഴിക്കലാന്ന് കേട്ടോ. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചിട്ടുണ്ട്, നമ്മൾ ഉള്ളിൽ നിന്നാണ് കേട്ടോ കഴിക്കുന്നത്. പിന്നെ ശരിക്കും പറഞ്ഞാൽ ഇന്ന് 11ാമത്തെ ദിവസമാണ്. എനിക്ക് എൻ്റെ എന്താ പറയുക പെയിനും കാര്യങ്ങളൊന്നും പോയിട്ടില്ല കേട്ടോ. എല്ലാവരും വിചാരിക്കും ഞാൻ എണീച്ച് നടക്കുന്നതെല്ലാം കണ്ടിട്ട് ഇവള് ഫുള്ള് സെറ്റായി എന്നുള്ള ഇതിൽ. ഇന്നലെ രാത്രിക്ക് ഞാൻ പോയിട്ട് ഇഞ്ചക്ഷൻ എടുക്കും, പിന്നെ വേദനൻ്റെ ഗുളിക കുടിക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. നല്ല പെയിനായിരുന്നു. എനിക്ക് ഏകദേശം ഒരു 3 ആഴ്ചത്തോളം വേദനയെല്ലാം ഉണ്ടാവലുണ്ട്. പിന്നെ എന്താ പറയുക, എല്ലാ വേദനകളും മൊത്തത്തിൽ ഞാൻ ഡൗൺ ആയിരിക്കും. അങ്ങനെയാണ് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഗുളിക കുടിക്കണം, എന്നാലേ എനിക്ക് ശരിയാവും. അപ്പം അങ്ങനെ ഇപ്പോൾ വന്നവരെല്ലാം വിചാരിക്കുമോ ഇവിടെ ഫുള്ള് സെറ്റാണെന്നെല്ലാം വിചാരിക്കുമോ. ഗുളികൻ്റെ ആ ഒരു ഇത് പോകുന്നവരെ ഇതെല്ലാം ഉണ്ടാവും, പിന്നെ രാത്രി ആകുമ്പോഴത്തേക്ക് സൈഡാവും. അങ്ങനെ തന്നെയായിരുന്നു, സൈഡായിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ പിന്നെ ഫുഡെല്ലാം കഴിച്ച് കുറേ സമയം വെറുതെ ഇരുന്ന് എല്ലാം കഴിച്ച് നമ്മൾ മുടി കളഞ്ഞ് ആ ഒരു ടൈമാണ് മുട്ടായിലും കൊടുക്കുക. പക്ഷേ മുടി കളയലിന് ആരും ഇല്ലാത്തതുകൊണ്ട് പിന്നെ നമ്മൾ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് കൊടുക്കാമെന്നുള്ളൊരു പ്ലാനേനു. അതെല്ലാം കഴിഞ്ഞ് ഇനി നമ്മളെ പരിപാടി ഫോട്ടോ എടുക്കലാണ്. നല്ല കപ്പിൾ ഫോട്ടോസും പിന്നെ ഫാമിലി ഫോട്ടോസെല്ലാം എടുക്കലാണ്. അതെല്ലാം എടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ റീലെടുക്കാൻ വേണ്ടിയിട്ടെല്ലാം കുറച്ച് വീഡിയോസ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇടാനുള്ള ആ ഒരു ഇതെനിക്ക് കിട്ടുന്നില്ല, എന്താണെന്നറിയില്ല. അപ്പോൾ ഇത് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റീലും സ്റ്റോറിയിലാക്കി ഇടാമെന്നെല്ലാം വിചാരിക്കുന്നുണ്ട്. കാര്യമായിട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും വീഡിയോസും ഫോട്ടോസെല്ലാം ഇട്ട് കഴിഞ്ഞാൽ എന്തെല്ലോ ബുദ്ധിമുട്ടുകളാണ്, എന്താണെന്നറിയില്ല. ഇപ്പം കേട്ടാ, പണ്ടൊന്നൊക്കെ അങ്ങനത്തെ ആ ഒരു സീനില്ലേനു. പക്ഷെ ഇപ്പം എന്തെല്ലോ ചെറിയൊരു സീനുകളാണ്. പിന്നെ പിറ്റേന്ന് മുതൽ ഹോസ്പിറ്റലാവുക അങ്ങനെയെല്ലാം അയച്ച്, എന്താണെന്നറിയില്ല. പിന്നെ അങ്ങനെയൊന്നും ഇല്ലാണ്ട് കിട്ടില്ല ഇനി. പിന്നെ അതെല്ലാം കഴിഞ്ഞ് രാത്രിക്കത്തെ നമ്മളെ ഫുഡ് എന്ന് പറയുകയാണെങ്കിൽ ഉച്ചക്കത്തെ സെയിം ഫുഡ് തന്നെയാണ് കേട്ടോ. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് ഫുഡെല്ലാം കഴിച്ച് ഇന്ന് ഞാൻ ഇവിടെയാണ് കേട്ടോ അടക്കുന്നത്, ഉമ്മാൻ്റെ വീട്ടിലല്ല, സോറി എൻ്റെ വീട്ടിൽ തന്നെ. അപ്പോൾ ഇന്നെടുത്ത ഫോട്ടോസെല്ലാം ഇങ്ങനെ നോക്കലാണ്. ഫോട്ടോസ് ഇതിൻ്റെ സൈഡിലായിട്ട് കൊടുക്കട്ടെ 2-3 എണ്ണം. അങ്ങനെ പിന്നെന്താ, വേറെ ഒന്നുമില്ല. ഇതൊക്കെ തന്നെയാണ് നമ്മളെ ഇന്നത്തെ ഒരു ഡേ എന്ന് പറയുകയാണെങ്കിൽ. അപ്പോൾ അന്നത്തെ ഡേ അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതാ പിറ്റേ ദിവസമാണ് കേട്ടോ ഇത്. 2 ദിവസം കഴിഞ്ഞിട്ട് ജെറി തിരിച്ച് സൗദിയിലേക്ക് പോക്കാന്ന് കേട്ടോ. അപ്പം ഞാൻ രാത്രി ഇടയ്ക്ക് ഇടവരുത്തുണ്ട്. ഇന്നാണെങ്കിൽ ഉമ്മ എവിടെയോ പോയിട്ടുണ്ടായിരുന്നു, ഉമ്മാൻ്റെ ഫാമിലിയിലെ ആരെയോ കാണാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ എന്തായാലും അപ്പുറത്ത് പോയിക്കോളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പുറം വന്നിട്ടുണ്ട്. ഒരാളിതാ ബെഡിൽ കിടത്തിയിട്ടുണ്ട്, ബാക്കി 2 ആളും ഇവിടെ പൂളിലിറങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതിലാണ് കേട്ടുള്ളത്. ചെറിയ മൊത്തത്തിൽ വെള്ളം മറ്റേ വാക്വം ചെയ്തെടുക്കലാണ് കേട്ടോ. കുറേ കാലമായി യൂസ് ചെയ്യാത്ത, അതായത് വെള്ളം ഇപ്പം മാറ്റിയതാണ് കേട്ടോ. ഒരു 2-3 ദിവസം മുന്നേ മാറ്റിയതാണ്. കുറച്ച് കാലമായിട്ട് വെള്ളം അങ്ങനെ യൂസ് ആക്കലില്ലേനു. അങ്ങനെ മൊത്തത്തിൽ ചേഞ്ച് ആക്കിയിട്ടുണ്ട്. നമ്മളൊരു 3-4 മാസം, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 5 മാസം മാത്രമേ ഈ വെള്ളം വെക്കലുള്ളൂ. അത് കഴിഞ്ഞാൽ നമ്മൾ മാറ്റിയിട്ട് പുതിയ വെള്ളമാക്കും കേട്ടോ. വെള്ളത്തിന് മാഷാ അല്ലാഹ് അൽഹംദുലില്ലാ പിന്നെ വലിയ സീനൊന്നുമില്ല, അത്യാവശ്യം നല്ലോണം വെള്ളമുണ്ട്. അതുകൊണ്ട് വെള്ളം അങ്ങനെ ഒരു 5 മാസം കൂടുമ്പോൾ നമ്മൾ മാറ്റലുണ്ട്. അപ്പോൾ ഇവരെ കുളിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മളെ ജെറിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ജെറിനോട് തന്നെ കേക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പോയി വാങ്ങാൻ പറ്റില്ലല്ലോ, നമ്മൾ ക്വാറൻറ്റൈനിലല്ലേ ഉള്ളത്. അപ്പോൾ ഞാൻ പേരെഴുതാൻ വേണ്ടിയിട്ട് പറയാൻ മറന്നുപോയി കേട്ടോ. മറന്നു പോയാലും മൂസക്കായ്ക്ക് തന്നെ എഴുതിക്കൂടെ, സ്വന്തം പേരെഴുതാനുള്ള മടി കൊണ്ടിരിക്കും ഇതായിട്ടുണ്ടാവില്ല. അപ്പോൾ ഞാൻ കത്തി വെച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ HBD ജെറിന്ന് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ 3 ആളും കൂടി ഇതാ കേക്ക് കട്ട് ചെയ്യലാന്ന് കേട്ടോ. ഇപ്രാവശ്യമില്ലേ ഞാൻ ആദ്യമായിട്ടൊരു സർപ്രൈസ് ഗിഫ്റ്റ് വാങ്ങിയിട്ടുണ്ട്. ഇതുവരെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സർപ്രൈസ് ആക്കിയിട്ട് ഗിഫ്റ്റൊന്നും വാങ്ങലുമില്ല കൊടുക്കലുമില്ല, അതായത് തരുത്തുമില്ല അങ്ങോട്ട് കൊടുക്കലുമില്ല.
എൻ്റെ ബർത്ത്ഡേക്ക് ആയി കഴിഞ്ഞാലും ആനിവേഴ്സറിക്ക് ആയി കഴിഞ്ഞാലും ഞാൻ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ തുറന്ന് പറയും. പിന്നെ ബർത്ത്ഡേ ഇത് മറന്നു പോകുന്നതായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഓർമ്മിപ്പിക്കും. അങ്ങനെ എന്നിട്ട് ഞാൻ ചെയ്യൽ. വെറുതെ എന്തിനാ നമ്മളൊരു അടി ഉണ്ടാക്കുന്നത്, നല്ലൊരു ദിവസം അടി കഴിഞ്ഞിട്ട് കളയുണ്ടല്ലോ. അതുകൊണ്ട് ഒരു മാസം മുന്നേ എൻ്റെ ബർത്ത്ഡേ ആണ്, ആനിവേഴ്സറി ആണ് വരാൻ പോകുന്നത്, അപ്പോൾ അത് മറക്കണ്ടെന്ന് പ്രത്യേകം പറയും. എനിക്ക് ഇന്ന സാധനമാണ് വേണ്ടതെന്ന് ഞാൻ പറയുകയും ചെയ്യും. അതേപോലെ തന്നെ നമ്മൾ ആനിവേഴ്സറിക്ക് ഇപ്രാവശ്യം ഞാൻ ഗിഫ്റ്റ് കൊടുത്തിട്ടുള്ളത് നല്ലൊരു പെൺകുട്ടിനെയാണ്. അതേപോലെ തന്നെ ഒരു നല്ല അടിപൊളി ഗിഫ്റ്റ് എനിക്കും തന്നിട്ടുണ്ട്. എന്നെ തന്നെ കൂട്ടിപ്പോയി വാങ്ങിയതാണ് കേട്ടോ. മാഷാഅല്ലാ, ഞാൻ ആഗ്രഹിച്ച കാര്യങ്ങൾ. അപ്പോൾ അത് വാങ്ങി തന്നിട്ടുണ്ട്. പക്ഷേ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ, അതങ്ങനെയാണ്. പിന്നെ ഇത് ഹസ്ബൻഡിൻ്റെ പെങ്ങളെ മോനെ കൊണ്ട് വാങ്ങിപ്പിച്ചതാണ് കേട്ടോ. 2 ഷർട്ട് ശരിക്കും സർപ്രൈസ് ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഡ്രസ്സ് വാങ്ങിയതിനല്ല സർപ്രൈസ് ആയിട്ടുള്ളത്, കാരണം വീട്ടിൽ തന്നെയാണല്ലോ ഉള്ളത്. ഇതെങ്ങനെ സംഘടിപ്പിച്ചു എന്നുള്ള ഒരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു കേട്ടോ മുഖത്ത്. നീ ആരെക്കൊണ്ട് വാങ്ങിപ്പിച്ചു, നീ എങ്ങനെയാണ് വാങ്ങിയെന്നെല്ലാം ആ ഒരു ഇതിൽ. അപ്പോൾ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളെങ്ങനെ ഷർട്ട് വാങ്ങിക്കഴിഞ്ഞാലും മൂസക്കായ്ക്ക് മറ്റേ സൈസ് സെറ്റാവില്ല. എങ്ങനെ നമ്മൾ സ്മോൾ സൈസും ചെറുതും ലാർജോ എങ്ങനെ വാങ്ങിക്കഴിഞ്ഞാലും ഓരോ സൈസ് ഏതായി കഴിഞ്ഞാലും ഏതാ ഇടലെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മീഡിയം ഇടും, സ്മോൾ ഇടും, ഇടയ്ക്ക് ലാർജ് ഇടും, അങ്ങനെയെല്ലാം ആയിട്ട്. പക്ഷെ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ സൈസ് സെറ്റാവില്ല, അതെന്തായാലും മാറ്റി വാങ്ങിക്കേണ്ടി വരും. അങ്ങനെയാണ്, ഉറപ്പായിരിക്കും കേട്ടോ. അപ്പോൾ ഇന്ന് ഇഷയും ജെറിയെല്ലാം കൂടിയിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് പോക്കാന്ന് കേട്ടോ കണ്ണൂരേക്ക്. പിന്നില്ലേ ചിലരെല്ലാം പറയുന്നതൊക്കെ നിങ്ങളെ കാര്യങ്ങളെല്ലാം എല്ലാവർക്കും എല്ലാം അറിയാലോ, മൊത്തത്തിൽ തുറന്ന പുസ്തകം പോലെയാണല്ലോ എന്നല്ലോ. പക്ഷേ ഇല്ലേ, ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യമാണ് കേട്ടോ. ഞാൻ എനിക്ക് കാണിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കലുള്ളൂ, പറയണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ പറയലുള്ളൂ. ആദ്യമൊന്നും ഞാൻ അങ്ങനെയല്ലേനു. ആദ്യമൊന്നും എനിക്കൊരു കാര്യം ഒളിപ്പിച്ച് വെക്കാനോ ഇതൊന്നും അറിയില്ലേനു. മൊത്തമായിട്ട് അങ്ങനെ ഷെയർ ആക്കലുണ്ടേനു. പക്ഷേ അതിൻ്റെ ഒരു ഇടങ്ങേറ് എനിക്ക് ഇടയ്ക്കിടയ്ക്ക് മനസ്സിലായി തുടങ്ങി. അതിന് ശേഷമില്ലേ, എനിക്ക് കാണിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളെല്ലാം പേഴ്സണലായിട്ട് തന്നെ നമ്മൾ എൻജോയ് ചെയ്ത് പോക്കാന്ന്. കുറേ ഇപ്പോൾ എനിക്ക് പ്രൈവസി തന്നെയാണ് കേട്ടോ. ആദ്യം അങ്ങനെയൊന്നുമല്ലേനു. ആദ്യം ഞാൻ ഫുള്ളായിട്ട് പബ്ലിക് ആയിരുന്നു. ഇപ്പം അങ്ങനെയല്ല. ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കാണിക്കണമെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ കാണിക്കുള്ളൂ. അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇന്നിപ്പം നമ്മൾ സ്പെഷ്യൽ ഡേ ആണ് കേട്ടോ. സ്പെഷ്യൽ ഡേ എന്ന് പറയാൻ കാരണം എല്ലാവരും ഉണ്ട്. എൻ്റെ ഹസ്ബൻഡുണ്ട്, ഫസ്റ്റ് എൻ്റെ ഹസ്ബൻഡുണ്ട്, അങ്ങനെ ലൈറ്റ് എല്ലാവരും ഉണ്ട്. അതുകൊണ്ട് നമുക്കൊരു സ്പെഷ്യൽ ഡേ. ഇന്നല്ലേ ഉമ്മ നല്ല 2 ആട്ടിൻതല നല്ല തേങ്ങ വറുത്തരച്ച് വെച്ച കറി ആക്കിയിട്ട് വെച്ചിട്ടുണ്ടേനു. പിന്നെ മുട്ട ചെറുക്കാം രാവിലെ തന്നെ കത്തലിനാണ് കേട്ടോ ഇത്. ഇവർ 2 മാത്രം ഉണ്ടാകുമ്പോൾ ഉണ്ടാക്കുന്ന സാധനങ്ങളാണ് ഇതെല്ലാം. അല്ലെങ്കിൽ നമ്മൾ വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴെങ്കിലെല്ലാം എന്നാൽ വാങ്ങുക. അങ്ങനെ ഇവരെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു സാധനങ്ങളാണ് മുട്ട ചെറുക്ക, പിന്നെ ആട്ടിൻതല, ആടിൻ്റെ കറി, അങ്ങനെയെല്ലാമായിട്ട്. പിന്നെ കാക്കി ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെന്താ, ഇനിയിപ്പോൾ അവരെല്ലാം ഫുഡ് കഴിച്ചതാണ്, നമ്മൾ കഴിക്കലാണ് കേട്ടോ. രാവിലെ തന്നെ ഹെവി ആയിട്ട് പിന്നെ ഫുഡ് കഴിക്കുന്നവരുണ്ടെങ്കിൽ ചിലപ്പോൾ കണ്ണൂർ, കാസർഗോഡ് അങ്ങനത്തെ ഒരു ടീമായിരിക്കും. പിന്നെ മലപ്പുറം ഉണ്ടോ എന്നൊക്കറിയില്ല, ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ആക്കട്ടാ. പിന്നെ അധികാരം അങ്ങനെ നോൺ വെജ് കഴിക്കലില്ലാന്ന് തോന്നുന്നു മറ്റ് ജില്ലക്കാർ. കണ്ണൂർ പിന്നെ അങ്ങനെയൊന്നുമില്ല. രാവിലെ ആയിക്കഴിഞ്ഞാലും സ്വബയ്ക്ക് ആയിക്കഴിഞ്ഞാലും നോൺ വെജും പറ്റും, എല്ലാം പറ്റും, അങ്ങനെയാണ് കേട്ടോ. പിന്നെ നമ്മളെ അന്നത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് ഇന്ന് രാത്രിക്ക് ജെറി തിരിച്ച് സൗദിയിലേക്ക് പോക്കാന്ന് കേട്ടോ. പോകുന്നതിന് മുന്നേ എപ്പോഴും ഉള്ളൊരു കാഴ്ചയാണ് ആ ഒരു പാട്ട വണ്ടി കണ്ട. അത് കുറേ കാലമായിട്ട് കൂടെ ഉള്ള ഒരാളാണ് പോലും. അപ്പം അതിനെ കഴുകി ഉണക്കിയിട്ട് വെക്കൽ. ആദ്യം ജെറിൻ്റെ വീട്ടിലായിരുന്നു കേട്ടോ ഉള്ളത്. ഞാൻ കല്യാണം കഴിഞ്ഞ അന്ന് മുതൽ പോകുന്ന അന്ന് രാത്രിക്കുള്ള കാഴ്ചയാണ് ഇത്. ആ വണ്ടിനെ കഴുകി ഉണക്കി പൊത്തി വെച്ചിട്ട് പോക്ക്. ഇത് വന്നിട്ടാകുമ്പോൾ എടുക്കൽ, ഒരാൾക്ക് തൊടാൻ പോലും കൊടുക്കൂല, അങ്ങനത്തെ ഒരു സാധനമാണ് കേട്ടോ. അപ്പോൾ ഇന്ന് രാത്രിക്ക് മന്തി ഓർഡർ ചെയ്യാന്നിട്ടാ ചെയ്തിട്ടുള്ളത്. ജെറിൻ്റെ ഫാമിലിയും അവരെല്ലാം ഉണ്ടേനു, വീഡിയോസിൽ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ട് പറ്റിയിട്ടില്ല. അപ്പോൾ അന്നത്തെ ഫുഡ് അടിയെല്ലാം കഴിഞ്ഞ് നമ്മൾ കിടന്നുറങ്ങി പിറ്റേന്ന് രാവിലെ 8 മണിക്കാണ്
ഫ്ലൈറ്റ് 8 മണിക്കല്ല 10 മണിക്കാറ്റാണ് ഫ്ലൈറ്റ്. ഇപ്രാവശ്യമാണെങ്കിൽ ലൊട്ട ഫ്ലൈറ്റ് എന്താ പറയുക പിന്നെ ദമാമിലേക്കില്ല, ബാംഗ്ലൂർ വഴി കണക്ഷൻ ഫ്ലൈറ്റ് എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. എന്തിനാണ് ഈ എയർപോർട്ട് ഇങ്ങനെ കാഴ്ചക്ക് വെക്കുന്നത്? ഒരു ഫ്ലൈറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നില്ല. ആകെ ഒരു ആഴ്ചയിൽ 2 പ്രാവശ്യമായിട്ട് ദമാമിലേക്കുള്ളൂ, അതും ഇപ്പം നിർത്തലാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളെല്ലാം പോകുന്നുണ്ടെങ്കിലുള്ള അവസ്ഥ ആലോചിക്കാൻ കൂടി വയ്യ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് പോകേണ്ടി വരുമല്ലോ, കോഴിക്കോട് എത്തുമ്പോഴത്തേക്കൊരു വകയാവും. അങ്ങനെ കഥ പറഞ്ഞ് നമ്മൾ എയർപോർട്ടിലെത്തിയിട്ടുണ്ട്. എയർപോർട്ടിൽ വമ്പ കോമഡി ഉണ്ടായിരുന്നു, അത് പറയാണ്ടിരിക്കാൻ പറ്റൂല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പാസ്പോർട്ട് എടുത്തോ എന്ന് ചോദിച്ച്. ഉമ്മ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നു, ഉപ്പ ഒരു ഭാഗത്തുനിന്ന് ചോദിക്കുന്നു, ഞാൻ ചോദിക്കുന്നു, എല്ലാവരും ചോദിക്കുന്നു. അപ്പോൾ ഞാൻ എടുത്തു, ബാഗിൽ വെച്ച് എടുത്ത് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ എത്തിയിട്ട് നമ്മളെ എന്താ പറയുക ആ ഒരു എൻട്രൻസിൽ നിന്ന് പാസ്പോർട്ട് കൂളായിട്ട് അവരുടെ എടുത്ത് കൊടുത്ത് ഉള്ളിലേക്ക് കയറാനുള്ള ആ ഒരു ഇതിൽ അവർ പറഞ്ഞു, ഇത് നിങ്ങൾ പാസ്പോർട്ടല്ല, നിങ്ങളുടെ ഭാര്യയുടെയാണ്. എൻ്റെ പാസ്പോർട്ട് എടുത്തിട്ടാണ് മൂസക്കായി ഗൾഫിലേക്ക് പോകാനുള്ള പ്ലാന്. വീട് അടുത്തായതുകൊണ്ട് ഫസ്റ്റ് ഞാനും മോളെ ഹസ്ബൻഡിനെയും വിളിച്ച് പറഞ്ഞിട്ട് അങ്ങനെ എടുത്ത് കൊണ്ടുവരാൻ കേട്ടോ ചെയ്തിട്ടുള്ളത്. ഭാര്യ സ്നേഹിയായത് കൊണ്ടായിരിക്കാം എൻ്റെ പാസ്പോർട്ട് എടുത്ത് പോകാനുള്ള പ്ലാന്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് വെറുപ്പിക്കലാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഇങ്ങനെ പറയും, നിങ്ങൾ പാസ്പോർട്ട് എടുത്തിനോ എന്നല്ലേ ചോദിച്ചിട്ടുള്ളൂ. ഞാൻ എടുത്തിന്, പക്ഷെ ആരെയും ചോദിച്ചിട്ടില്ലല്ലോ എന്ന്. എൻ്റെ പാസ്പോർട്ടിൻ്റെ കൂടെ കൊണ്ടുവച്ചിട്ട് നല്ല കൂട്ടത്തിൽ നല്ല എൻ്റെ ഇപ്പം എന്താ പറയുക പുതുക്കിയിട്ട് വന്ന പാസ്പോർട്ടാണ്. അപ്പോൾ കൂട്ടത്തിൽ നല്ല എടുത്തിട്ടാണ് മൂപ്പറെടുത്ത് പോയിട്ടുള്ളത്. അപ്പോൾ തിരിച്ച് എല്ലാം എന്താ പറയുക കുറച്ച് ടൈമുള്ളത് കൊണ്ടും പിന്നെ എയർപോർട്ട് അടുത്തായത് കൊണ്ടും അതുകൊണ്ടും വേഗം പോയിട്ടുണ്ട്, ഫ്ലൈറ്റ് മിസ്സാവാണ്ട്. അങ്ങനെ ജെറിയെല്ലാം പോയിട്ടുണ്ട്. പിന്നെ ഇപ്പം കണ്ടത് നമ്മൾ 28-ന് വെച്ച പായസേനു. അപ്പോൾ അതാണ് നിങ്ങൾ കണ്ടിട്ടുള്ളത്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു വീഡിയോ കുറേ ദിവസങ്ങളെടുത്ത് വെച്ചുള്ള ഒരു വീഡിയോസാണ് കേട്ടോ. ഇത് 2 ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. ഇന്നിപ്പോൾ രാവിലെ തന്നെ ഇതുവരെ ഇല്ലാത്ത കല്ലുമ്മക്കായിൻ്റെ വണ്ടി വീട്ടിലേക്ക് വന്നിട്ട് കല്ലുമ്മക്കായി വേണമെന്ന്. അപ്പം പിന്നെ വന്ന സ്ഥിതിക്ക് വാങ്ങാണ്ടിക്കൽ രസമില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ കല്ലുമ്മക്കായി വാങ്ങി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ഉച്ചക്കത്തെ സ്പെഷ്യലാണ് ഇന്നത്തേത്. ചോറുണ്ട്, മീൻകറിയുണ്ട്, നല്ല മത്തിക്കറിയാണ് കേട്ടോ. പിന്നെന്താ ഉള്ളത്, തുറക്കൂ നോക്കട്ടെ. പപ്പടം ഉണ്ട്. വേഗം തുറക്കടോ, നിങ്ങളെന്തെന്നാ ഇത്. പപ്പടം ഉണ്ട്. പിന്നെന്താ ചെമ്മീൻ്റെ തലയുണ്ട്. പിന്നെ അയില ഇങ്ങനെ വറുത്ത് വെച്ചതുണ്ട്, പൊരിച്ചത്. വറുത്ത് നമ്മൾ പറയാറില്ല, പൊരിച്ചെന്നാ പറയലുള്ളൂ. പിന്നെ ക്യാരറ്റും ബീട്രൂട്ടും ചെറുതായിട്ട് കട്ട് ചെയ്തിട്ടുള്ള വറവുണ്ട്. ചിലർ എന്താ പറയുക എന്തേനും ഇപ്പോൾ പറയാം, നിങ്ങളുടെ നാട്ടിൽ എന്തേനും പറയാം, മറന്നു, ഇത്ര സമയം എൻ്റെ വായിലുണ്ടേനു. പിന്നെ ഇതാ മോരുണ്ട്. പിന്നെ എന്നുള്ളത് വേറെന്തോ ഒന്നും കൂടി ഉണ്ടല്ലോ. പ്രസവശേഷം വീട്ടിലുള്ള സ്ഥിരം കാഴ്ചയാണിത്, ചോറും ഒരു കൂട്ടം കറികളും. അപ്പോൾ ഇതാണ് കേട്ടോ, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അന്നത്തെ ഉച്ചക്കത്തെ സ്പെഷ്യൽ അതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ ചോറെല്ലാം തിന്നിട്ടുണ്ട്. രാത്രിക്ക് നമ്മൾ സ്വന്തം കല്ലുമ്മക്കായി, നമ്മളെ കണ്ണൂർ സ്പെഷ്യൽ കല്ലുമ്മക്കായി. അപ്പം ഞാൻ തന്നെയാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ എനിക്കിത് നിറക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ ഇരുന്നിട്ട് നിറച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഞാൻ പുഴുങ്ങി വെക്കും, ബാക്കി എനിക്കിഷ്ടമല്ല. ക്ഷമയോടുകൂടി പൊരിച്ചെടുക്കണം കേട്ടോ ഇത്. അപ്പം എനിക്ക് ആ ഒരു ക്ഷമയില്ലാത്തതുകൊണ്ട് ഉമ്മാനെ ഏൽപ്പിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം ഏകദേശം നമ്മൾ 33 ദിവസമെല്ലായിട്ടുണ്ട് കേട്ടോ. പിന്നെ അപ്പം നമ്മൾ കല്ലുമ്മക്കായി തിന്നാൻ പൂതിയായിട്ട് അങ്ങനെ അയാൾ വന്നേരം വാങ്ങിയിട്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ ഇത് വേവിച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉമ്മ വന്നിട്ട് ഫ്രൈ ആക്കാൻ കേട്ടോ ചെയ്യുക. നമ്മളില്ലേ റെസ്റ്റ് എടുക്കുന്ന സമയത്ത് വിചാരിക്കും ഒരാനൊന്ന് റെസ്റ്റെല്ലാം കഴിഞ്ഞിട്ട് 40 കഴിഞ്ഞിട്ട് ഒന്ന് നടന്നാൽ മതിയെന്ന്. പക്ഷേ 40 കഴിഞ്ഞ് നമ്മൾ വിചാരിക്കും ആ ഒരു ടൈം തന്നെയായിരുന്നു നല്ലത് എന്നുള്ളത്. ഇങ്ങനെ ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഞാനങ്ങനെയാണ് കേട്ടോ. ആ ഒരു ടൈം എന്നോട് ആരും പണിയെടുക്കണ്ട എന്ന് പറയുന്നത് കേൾക്കാൻ നല്ല സുഖമാണ് കേട്ടോ. ആ ഒരു ടൈം നമ്മൾ ആസ്വദിക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റൂല അങ്ങനെ.
അപ്പോൾ ഞാൻ ഇങ്ങനെ ഇപ്പോൾ ഉമ്മാനോട് പറയില്ല, ഓ അതന്നെയും നല്ലത്. അപ്പോൾ ഉമ്മ പറയും, അന്നേരം പറഞ്ഞില്ലേനാ അങ്ങനെയല്ലോ. അപ്പോൾ അന്നേരം ഞാൻ കിടക്കലെല്ലാം കേട്ടോ, പണിയൊന്നും എടുക്കലില്ല, പക്ഷെ എണീച്ച് നടക്കലുണ്ട്. കിച്ചണിലേക്കെല്ലാം വന്ന് എല്ലാം നോക്കും, അങ്ങനെ കണ്ട് ആസ്വദിക്കും. ഇപ്പോൾ ഞാൻ വീണ്ടും കളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട്. പിന്നെ അങ്ങനെ എപ്പോഴും അല്ല കേട്ടോ, ഇനി വീഡിയോ കാണുന്ന അനിയത്തി ഉമ്മാക്ക് ഇത് കാണിച്ചു കൊടുത്തിട്ട് അടി ഉണ്ടാക്കാനുള്ള പ്ലാനായിരിക്കും. നീ എപ്പോൾ കളത്തിലേക്ക് ഇറങ്ങിയെന്നുള്ള ഇതിൽ വല്ലപ്പോഴും കയറാറുണ്ട് കേട്ടോ ഇപ്പോൾ കിച്ചണിൽ. പിന്നെ ഉമ്മാൻ്റെ വീട്ടിൽ തന്നെയാണ് കേട്ടോ നിൽക്കൽ. എൻ്റെ വീട്ടിലേക്ക് പോയിട്ടില്ല. എൻ്റെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല പണിയിടാം, അതുകൊണ്ട് ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ നിൽക്കൽ. പിന്നെ അന്നത്തെ ദിവസം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞിട്ടില്ല, അന്ന് കല്ലുമ്മക്കായി എല്ലാം തിന്ന് അന്നത്തെ ദിവസേനു ഇത്. അന്നത്തെ ദിവസമല്ല, ഇത് വേറൊരു ദിവസേനു. ഇത് അനിയത്തിൻ്റെ ഹസ്ബൻഡിന് ഇങ്ങനത്തെ ഐറ്റംസ് എല്ലാം വാങ്ങാനും പൊട്ടിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ പിന്നെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഇഷ്ടമാണ്, ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ കുട്ടികളെല്ലാം ഉള്ളതുകൊണ്ട് അവർക്കൊരു സന്തോഷമല്ലേ, അപ്പോൾ അങ്ങനെ വാങ്ങിയതാണ് കേട്ടോ. ഇതെല്ലാം പൊട്ടിച്ച് കളിക്കലാണ് ഇന്നത്തെ ഒരു പരിപാടി. ഇപ്പോൾ കുറച്ച് മോഡേൺ പടക്കങ്ങളെല്ലാം ഇറങ്ങിയിട്ടുണ്ട്. നല്ല നല്ല രസമുണ്ടേനു കേട്ടോ, കോമഡി തന്നെയേനു, ഓരോരോ ഭാഗത്തേക്ക് തെറിക്കലേനു കേട്ടോ. നമ്മൾ ചിരിച്ചൊരു ഭാഗ്യം അയച്ചിട്ടുണ്ടേനു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അതിൽ ഒരു വീഡിയോ ആണ് നിങ്ങൾ കേട്ടിട്ടുള്ളത്, ബാക്കി വീഡിയോ ഒന്നും ഇതിൽ അപ്ലോഡ് ആക്കാൻ പറ്റില്ല, അമ്മാതിരി ഒച്ചപ്പാടേനു. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഇന്നത്തെ നമ്മളെ കിച്ചൺ ഡ്യൂട്ടി, അതായത് പൂരി ഉണ്ടാക്കൽ ഡ്യൂട്ടി അനിയത്തിക്ക് കൊടുത്തിട്ടുണ്ട് ഇന്നൊരു ദിവസം. അതായത് കുറേ കാലത്തിന് ശേഷം അനിയത്തി പൂരി ചുടാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. ഉമ്മ കുഴച്ച് റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്, എല്ലാം പാത്രങ്ങളെല്ലാം കഴുകി റെഡിയാക്കിയിട്ട്. ഓളെ മെയിൻ പണി എന്ന് പറയുകയാണെങ്കിൽ അടിച്ചു വാരാ, പാത്രം കഴുകി, ഇതൊക്കെ തന്നെയാണ്. ഓക്ക് ഇമാതിരി ഐറ്റംസിനോട് ഉണ്ടാക്കലിനോടൊന്നും തീരെ താല്പര്യമില്ല. അപ്പോൾ ഇന്ന് ഓക്ക് ഡ്യൂട്ടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓളിതവിടുന്ന് പൂരി ചുട്ടെടുക്കലാണ്. ഇതിനാണെങ്കിൽ നമ്മൾ ഒരു ലോഡ് പോരിശയും കൂടി കേൾക്കേണ്ടി വരും കേട്ടോ. പിന്നെ നമ്മൾ അങ്ങാണ്ടിക്കുന്നതാണ് കേട്ടോ, എൻ്റെ ഫുഡ് അങ്ങനെ, എൻ്റെ ഫുഡ് ഇങ്ങനെയെല്ലാം പറയുന്നുണ്ട് ഇടയ്ക്കിടയ്ക്ക്. പിന്നെ ഇന്ന് ഞാൻ നമ്മളെ കിച്ചണെല്ലാം ക്ലീനാക്കി വെച്ചിട്ടുണ്ട്. കിച്ചൺ ക്ലീനിങ് എനിക്കാണ് കേട്ടോ. പാത്രം കഴുകലും മടിച്ചു വരലാണ് ഉള്ള മെയിൻ പണി. പിന്നെ ഇന്നത്തെ പൂരിൻ്റെ കൂടെയുള്ള കറി ബീഫ് കറിയാണ്. അതിൻ്റെ കൂടെ ഇത് പൂരി കഴിക്കാൻ പറ്റുമല്ലോ, അതിൻ്റെ നമുക്ക് ആർക്കും ഈ പൂരി വലിയ ഇഷ്ടമില്ല. നമ്മളെ വീട്ടിൽ കൊല്ലത്തിലുണ്ടാക്കുന്ന സാധനമാണ് ഈ ഒരു പൂരി സാധനം. പിന്നെ ചപ്പാത്തി ഇനി ഉണ്ടാക്കലേ ഇല്ല, പാക്കറ്റ് വാങ്ങിക്കലാന്ന് കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും നമ്മളെ വ്ളോഗ് ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇൻഷാല്ലാ പുതിയ വ്ളോഗ് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇൻഷാല്ലാ പെട്ടെന്ന് തന്നെ അപ്ലോഡ് ആക്കണമെന്നുള്ള ആഗ്രഹമുണ്ട്, പെട്ടെന്ന് വരാൻ വേണ്ടിയിട്ട് നോക്കാം. അപ്പോൾ ഇൻഷാല്ലാ ബൈ.